കടലിൻ്റെ മീതെ നടന്നവന്, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവന്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവന്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവന്, പിറവിയിലെ കുരുടനായിരുന്ന ആളുടെ കണ്ണ് തൊട്ട് സൗഖ്യമാക്കിയവന് കാൽവരിയിലെ കുരിശിൽ നിന്നും ഇറങ്ങി വരുവാനായിട്ട് തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. എന്നാൽ അവൻ ഇറങ്ങി വരാതിരുന്നത് നമ്മളോടുള്ള സ്നേഹനിമിത്തമായിരുന്നു. നാം നിത്യനരകത്തിൽ പോകാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ നരകയാതന നമുക്ക് പകരം കാൽവരിയിലെ ക്രൂശിൽ താൻ അനുഭവിച്ച് തീർക്കുകയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മളോടുള്ള സ്നേഹനിമിത്തം കാൽവരിയിലെ കുരിശിൽ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടിയിട്ട് വച്ചു തന്നു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ നമുക്ക് പകരം നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു. ഈ ദൈവസ്നേഹത്തോട് നന്ദി കാണിക്കുവാൻ, ഈ ദൈവസ്നേഹത്തോട് പ്രതികരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.